ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ വരുന്ന സൈന്യങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ മക്കളും പിന്നെ ഞങ്ങളുടെ മമ്മിയും ഉണ്ട് കേട്ടോ കൂടെ. ഈ ചൂടത്ത് എവിടെ പോകാനാ? അപ്പോഴാണ് വിചാരിച്ചെന്നാൽ മാളിലേക്ക് പോകും. അവിടെ ആകുമ്പോൾ പിന്നെ എ സിയും കൊള്ളാം, നമുക്കിങ്ങനെ കറങ്ങി നടക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. വണ്ടി കയറി കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുഞ്ഞിക്കിൽ ഉറങ്ങിപ്പോയിട്ടാ. അവിടെ എത്തിയിട്ട് മാളെ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ചേട്ടന്മാർ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടന്മാർ ഫുൾ ഓൺ ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് നമ്മുടെ കണ്ടുപോയത്. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ വേണ്ട, മേളിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ലുലുവിൽ അത്ര വലുതല്ലെങ്കിൽ പോലും അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളെല്ലാം ഉള്ളൊരു മാൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ എം.എ. യൂസഫ് അലി സാറില്ലേ, സാറിൻ്റെ വീട് തൃപ്രയാറാണ്. അപ്പം തൃപ്രയാറിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആള് ഉണ്ടാക്കിയൊരു മാളാണ്. ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആളുടെ ഒരു മാള് തന്നെയാണ് വൈമാൾ എന്ന് പറഞ്ഞ ആൾ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഈ വന്നേക്കുന്നത്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറി ആദ്യം 3rd ഫ്ലോറിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. 3rd ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ അവിടെ കുറച്ച് ചുറ്റിക്കറങ്ങി നടന്നു. അതിനുശേഷം പ്ലേ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് എൻ്റെ കുഞ്ഞിക്കിൽ ഉറക്കമല്ലോ, ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടന്മാർ അവിടെ എത്തിയത് തന്നെ ഓടിച്ചെന്നതൊക്കെ ഫുള്ള് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഓടിയിട്ടുണ്ടായിരുന്നുണ്ട് പിള്ളേരൊക്കെ. അവിടെ റൈഡ്സിലൊക്കെ സ്റ്റാർട്ടിങ് 2 വയസ്സ് തൊട്ടാണ്ട്. അപ്പോൾ ടിക്കറ്റ്സ് നമ്മൾ വേറെ ടിക്കറ്റ് എടുത്ത് പൈസ ഉള്ളതിൻ്റെ ആവശ്യമില്ലല്ലോ. 2 വയസ്സുള്ളവർക്ക് തൊട്ടാണ് റൈഡ്സ് കൂടുതലായിട്ടുള്ളത്. അപ്പം എന്തായാലും കുഞ്ഞുങ്ങൾക്ക് കാണാനൊക്കെ പറ്റി. കറക്റ്റ് സമയത്ത് ആളെ എണീക്കുകയും ചെയ്തിട്ടാ. ഞാൻ ചോദിച്ചായിരുന്നേ, അപ്പം നമുക്കൊന്ന് വരുത്തി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അന്ന് കുഴപ്പമൊന്നുമില്ല, ഫോട്ടോസൊക്കെ എടുക്കണേന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളിനെ അവിടെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ലൈറ്റും ഈ കളറും എല്ലാം കൂടി കണ്ടിട്ട് ചെക്കൻ ഇത് എവിടെയാണ് ഞാൻ എന്നുള്ളൊരു മട്ടിലാണ്ടാ. കുഞ്ഞിക്കിളിക്ക് ഒരു 1.5 മാസമായപ്പോൾ ഞാനും ചെറുനാണ് അമ്മച്ചയെ കൂടി ഫസ്റ്റ് ഞങ്ങൾ എൻ്റെ ഡെലിവറിക്ക് ശേഷം ഫോറം മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്കിളി ഇങ്ങനെ കൈ കിടന്നുകൊണ്ട് ഇങ്ങനെ ചുറ്റിന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതാ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അതിനുശേഷം ഒരു ബുക്ക് സ്റ്റോളിൽ കയറി കുഞ്ഞിക്കിളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സും ആനിമൽസും ഒക്കെ ഉള്ള ഒരു ബുക്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ബുക്ക് സ്റ്റോളിൽ കയറി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൈപ്പറിലേക്ക് കയറി. ഇവിടെയുള്ള മെയിനായിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ വലിയ കളക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഇതേ ജൂട്സും ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് റോഷനെ ഫോണൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നിട്ട് എല്ലാവരോടും വർത്താനം പറയിപ്പിച്ചിട്ടൊക്കെ. അപ്പോഴാണ് ജയിക്കൂനെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചത്. ചെക്കനെ എന്നെയും കൊണ്ട് ഓട്ടോ ആയിരുന്നുണ്ട്, എവിടെയും നിൽക്കണ്ടായിരുന്നില്ല ജയിക്കൂ. ഇന്നതൊരു സ്റ്റുഡിയോ ഉള്ളപ്പോൾ സ്റ്റുഡിയോയിൽ കയറിയേക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കളക്ഷൻസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പൊതുവെ ഞാൻ സ്റ്റുഡിയോ ഒന്നും എടുക്കൽ വളരെ കുറവാണ്. എന്തായാലും അവിടെ നിന്ന് ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്ട്. ഈ ഒരു ഡ്രസ്സിലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തോ ഒരു ഡാമേജ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒന്നും എടുത്തില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നെക്സ്റ്റ് കാണാൻ. ടാറ്റ, ബൈ ബൈ, സീ യു.